കഴിഞ്ഞ ദിവസം വെങ്ങാലി വെച്ചിട്ടുണ്ടായ ഒരു ആക്സിഡൻറ്റ് എല്ലാവരും കണ്ടിട്ടുണ്ടാവും ഞാൻ വിചാരിക്കുന്നുണ്ട്. ആ ഒരു വീഡിയോയിനകത്ത് പലരും ആ കുട്ടികളെ പറയുന്നുണ്ട് ലൈസൻസ് ഇല്ല അങ്ങനത്തെ പ്രശ്നം കൊണ്ടാണ് ആ ഒരു ആക്സിഡൻറ്റ് ഉണ്ടായേ. അല്ലെങ്കിൽ ഞാനിവിടെ ചോദിക്കുന്നൊരു കാര്യമുള്ളൂ, ലൈസൻസ് ഉള്ള ആർക്കും അവിടെ ആക്സിഡൻറ്റും കാര്യങ്ങളൊന്നും പറ്റാറില്ലേ? ഞാൻ ചോദിക്കുന്ന ഒരു കാര്യം കേട്ടോ. ഞാൻ ആ കുട്ടികൾ രണ്ടുപേരും മരിച്ചു എന്നിട്ട് പോലും അതിൻ്റെ അകത്ത് ആൾക്കാർ പറയുന്നത് എന്താ പറയുക, അതിൻ്റെ അകത്ത് കാണുന്ന കമൻസ് ഞാനിവിടെ കാണിക്കട്ടോ. അപ്പോൾ ഇങ്ങനത്തെ ഓരോ ടൈപ്പ് കമൻസാണ് ആ വീഡിയോയിൽ വന്നത്. പിന്നെ ആ കുട്ടികൾ എങ്ങനെ ക്രോസ് ചെയ്യുന്നത് നല്ല സ്ലോ മോലായിട്ട് ഞാൻ കാണിക്കാം. ഒരു പച്ച ബസ് അതിലൂടെ ക്രോസ് ചെയ്ത് പോകുന്ന ടൈമിനാണ് അവർ ക്രോസ് ചെയ്ത് നിൽക്കുന്നത്. ആ ഒരു വീഡിയോ ഞാൻ അവിടെ ഡിസ്പ്ലേ ചെയ്യാം. വീഡിയോ എല്ലാവരും കണ്ടില്ലേ? ആ കുട്ടികൾ ആ പച്ച ബസ് പോകുന്നതിൻ്റെ ബാക്കിലൂടെ എടുത്ത് ഒരു പച്ച ബസ് അറിയുമ്പോൾ ഞാൻ ആ റൂട്ടിൽ പോകുന്ന ഒരാളാണ്. ആ പച്ച ബസ് എന്ന് പറയുമ്പോൾ അത്രയും സ്ലോ ആയിട്ടാണ് പോവുക. ആ മറ്റേ ലിമിറ്റഡ് ബസ് ഭയങ്കര സ്പീഡായിട്ടാണ് വരിക. എപ്പോഴും എന്താ പറയുക, ഇടിച്ച് തെറിപ്പിക്കുന്ന ഒരു വിധത്തിൽ ആ ഒരു ബസ് വരാറുള്ളൂ. ആ ഒരു ബസ്സിനെ ഒരിക്കലും സപ്പോർട്ട് ചെയ്യില്ല. ആൾക്കാരെ കൊല്ലുന്ന ഒരു ബസ് എന്ന് വേണമെങ്കിൽ ആ ഒരു ബസ്സിനെ കൊണ്ട് പറയാൻ പറ്റും. അത്രയും ആൾക്കാരെ കൊന്നിട്ടുള്ളൊരു സ്പീഡ് ബസ്സാണത്. നമ്മുടെ റൂട്ടിലൂടെ ഓടുന്ന ഈ ലിമിറ്റഡ് ബസ്സിൻ്റെ കാര്യങ്ങൾ ഒരുവിധം എല്ലാവർക്കും അറിയാം. എല്ലാവരും ആ ബസ്സുകാരനെ സപ്പോർട്ട് ചെയ്താണ്. ഞാൻ അയാളെ സപ്പോർട്ട് ചെയ്യുന്നില്ല, സപ്പോർട്ട് ചെയ്യായികയില്ല, അങ്ങനത്തെ ഒരു രീതിയിലാണ് ഞാൻ നിൽക്കുന്നത്. പക്ഷേ ഈ കുട്ടികളുടെ ഭാഗത്ത് തെറ്റുണ്ടോ വെച്ചാൽ ലൈസൻസ് ഇല്ലാതെ വണ്ടി ഓടിക്കുന്നത് തെറ്റാണ്. പക്ഷേ ലൈസൻസ് ഉണ്ടായിട്ടും വലിയ കാര്യമൊന്നുമില്ല. ഇതുപോലത്തെ കുറച്ച് വണ്ടികൾ മതി നമ്മൾ ഇടിച്ച് കൊല്ലാൻ വേണ്ടിയിട്ട്. നമ്മൾ മര്യാദയ്ക്ക് ഓടിച്ചിട്ടൊന്നും കാര്യമില്ല. ഇതേപോലത്തെ ബസ്സുകാരും അത് ഇടിച്ച് കൊല്ലുക. ആ വീഡിയോ കണ്ടവർക്കറിയാം. ആ പച്ച ബസ്സിൻ്റെ ബാക്കിലൂടെ വന്നപ്പം അങ്ങോട്ട് ക്രോസ് ചെയ്യുന്ന ടൈമിന് റോഡ് കാലിയാണ്. കുട്ടികൾ ആ പച്ച ബസ്സിൻ്റെ മറവ് കൊണ്ട് ലിമിറ്റഡ് ബസ് പെട്ടെന്ന് വരുന്നത് കുട്ടികൾക്ക് കാണാൻ പറ്റില്ല. കാരണം ബസ്സിൻ്റെ വേഗതയാണെന്ന് ഞാൻ പറയില്ല, പെട്ടെന്ന് കാണാൻ പറ്റൂല. ആ ബസ്സിൻ്റെ ബാക്കിൽ കൂടെ ക്രോസ് ചെയ്യുന്ന ടൈമിന് ആ ഒരു ബസ്സിനെ പറ്റിയിട്ട് ഏകദേശം അറിയുന്ന ഒരാൾക്കാർക്ക് മനസ്സിലാവും ആ ഒരു ബസ് അത്രയ്ക്ക് സ്ലോ ആയിട്ടാണ് പോവുക. അതുകൊണ്ടാണ് കുട്ടികളത് കാണാഞ്ഞത്. അതിന് കുട്ടികളെ കുറ്റം പറഞ്ഞിട്ട് യാതൊരു കാര്യമില്ല. അവരെന്തായാലും മരിച്ചു. അപ്പം ഇപ്പോഴും അതിനെപ്പറ്റി ചർച്ച ചെയ്യുന്നവരോട് ഇത്ര തന്നെ പറയാനുള്ളൂ. പിന്നെ ലിമിറ്റഡ് ബസ്സിൻ്റെ കാര്യങ്ങളൊന്നും പറയാതിരിക്കുന്നതാണ് നല്ലത്. അത്രയ്ക്കും സ്പീഡിലാണ് ആ ബസ്സിൻ്റെ മുന്നോട്ടുള്ള പോക്ക്. ബാക്കി വീഡിയോസ് ഞാൻ ഇതിൻ്റെ ബാക്കിൽ തന്നെ കൊടുക്കാം. അത്രത്തോളം ഉണ്ട് ലിമിറ്റഡ് ബസ്സുകാർ ആ ഒരു സ്പീഡ് ബസ്സുകാരുടെ ആക്സിഡൻറ്റ്. ഈ കാറുകാരെ കൊണ്ടും റോഡിൽ ബസ്സുകാരെ കൊണ്ടും കാറുകാരെ കൊണ്ടും റോഡിൽ ഇറങ്ങി നടക്കാൻ പറ്റില്ല എന്നുള്ളൊരു സിറ്റുവേഷനാണ് ഇപ്പം സത്യം പറഞ്ഞാൽ ഉണ്ടാകുന്നത്. ഈ ലൈസൻസ് ഇല്ല, ഹെൽമെറ്റ് ഇല്ല എന്ന് പറയുന്നത് പിടിക്കാൻ നടക്കുന്ന പോലീസുകാരാണുള്ളത്. ഈ ബസ്സിനുള്ള ഓവർ സ്പീഡോ കാറിൻ്റെ ഓവർ സ്പീഡോ ഒന്നും ഈ പോലീസുകാർക്ക് ബാധകമല്ല. ഈ 2 വീലറിൻ്റെ ബാക്കിൽ ഹെൽമെറ്റ് ഇട്ടില്ല, ഇൻഷുറൻസ് അടിച്ചില്ല, ഇത് നോക്കാനാണ് പോലീസുകാർക്ക് ഏറ്റവും കൂടുതൽ ഇൻട്രസ്റ്റ്. ഇന്നുകൂടെ ഞാൻ കണ്ടിട്ടുള്ളൂ വെസ്റ്റിലൊരു നോ പാർക്കിങ്ങിന് ഒരു കാർ നിർത്തിയിട്ടതിന് എവിടേക്കോ പോയിക്കൊണ്ടിരിക്കുന്ന ഒരു പോലീസുകാരെ ഇറങ്ങി വന്ന് ഫോട്ടോ എടുത്ത് ഫൈൻ ഇടുന്നത്. ഇതിന് കാണിക്കുന്ന ഒരു ആത്മാർത്ഥത പോലും, ഇത്രയും സ്പീഡിൽ ആ മുന്നിൽ കൂടി ഒരു ബസ് പോയിട്ടോ അല്ലെങ്കിൽ ഇതിലും നല്ല സ്പീഡിൽ ഒരു കാറ് പോയാലോ ഒരാളെ ഇടിച്ച് തെറിപ്പിച്ച എന്താ പറയുക, അങ്ങനൊരു ആക്സിഡൻറ്റ് ഉണ്ടാവാണ്ടിരിക്കാൻ വേണ്ടിയിട്ടുള്ളൊരു മുൻകരുതൽ കാര്യങ്ങളൊന്നും പോലീസുകാരുടെ ഭാഗത്തു നിന്ന് ഉണ്ടാകുന്നില്ല എന്നാണ് ഞാൻ പറയുന്നത്. ഇത്രയും എനിക്ക് പറയാനുള്ളൂ. താങ്ക് യു ഫോർ വാച്ചിങ്. വീണിടില്ലിത് കരളുറപ്പുള്ള